അക്ഷരനഗരിയിൽ റാഗിങ്ങിന്റെ പേരിൽ സമാനതകളില്ലാത്ത അതിക്രൂരതയുടെ ഇരകളായ നിസ്സഹായരായ ആ സഹോദരങ്ങളോട് എന്ത് സമാശ്വാസ വാക്കുകളാണ് നാം പറയേണ്ടത്? ജീവന്റെ കാവൽക്കാരായി നാളുകളിൽ ഹോസ്പിറ്റലിന്റെ ഇടനാഴികളിലൂടെ ആശ്വാസത്തിന്റെ കാവൽ ദൂതരായി നീങ്ങേണ്ടവർ കാണിച്ചു കൂട്ടിയ പൈശാചികവും മനുഷ്യത്വരഹിതവുമായ പേക്കുത്തുകൾ കണ്ട് കേരളം മാത്രമല്ല, ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ അഭിമാനത്തോടെ നോക്കിക്കാണുന്ന വിദേശ രാജ്യങ്ങളും അമ്പരന്ന് നിൽക്കുകയാണ്. വയനാട് വെറ്റിനറി ഹോസ്പിറ്റലിലെ ഇടിമുറിക്കുള്ളിൽ 3 ദിവസം പൂട്ടിയിട്ട് നിരന്തരമായി പീഡിപ്പിച്ച് ക്രൂര വിനോദം നടത്തി മരണത്തിനെറിഞ്ഞുകൊടുത്ത സിദ്ധാർത്ഥൻ എന്ന യുവാവിൻ്റെ നിസ്സഹായവും ദയനീയവുമായ കരച്ചിൽ നമ്മുടെ ചെവികളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ആ നിഷ്കളങ്ക യുവാവിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ഇന്നും സുരക്ഷിതരായി ഈ നാട്ടിൽ തല ഉയർത്തി നടക്കുന്നുവെന്നത് ഭരിക്കുന്നവരുടെ കെടുകാര്യസ്ഥതയല്ലേ കാണിക്കുന്നത്? കോട്ടയം ഗവൺമെന്റ് നഴ്സസ് സ്കൂളിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ സീനിയേഴ്സായ 5 കാട്ടാളന്മാരുടെ ക്രൂര വിനോദത്തിനിരയായത് 1-2 ആഴ്ചകളല്ല, 3 മാസത്തോളമാണ്. അവർ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നവരായതുകൊണ്ടും ഒരു ജോലി എന്ന സ്വപ്നമുള്ളത് കൊണ്ടുമല്ലേ ആ പാവങ്ങൾ ഈ ക്രൂരതകളൊക്കെ ഇത്രത്തോളം സഹിച്ചത്? കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ പീഡനകഥ അധികൃതർ അറിഞ്ഞില്ല എന്ന കൈകഴുകൽ പീലാത്തോസിന്റെ നടപടിയേക്കാൾ ഭീകരമാണ്. പതിവ് പോലെ എല്ലാം ഒന്ന് കെട്ടടങ്ങി അന്തരീക്ഷം ശാന്തമാകുമ്പോൾ കുട്ടി സഖാക്കളുടെയും ഭരണവർഗത്തിന്റെയും തണലിൽ ഇതേ പ്രതികൾ ഇതേ ക്യാമ്പസിൽ പഠനത്തിന് എത്തും എന്നതിൽ സംശയം വേണ്ട. ജയിലുകളിൽ നിന്ന് ജാമ്യത്തിനിറങ്ങുന്ന ക്രിമിനലുകളെ മുദ്രാവാക്യം മുഴക്കി പൂമാലയിട്ട് സ്വീകരിച്ചാനയിക്കുന്ന നേതൃത്വത്തിന് ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യങ്ങൾ. അല്ലേ സഖാക്കളെ, ഒന്നോർമ്മിച്ചോളൂ. നെഞ്ചുരുകുന്ന ഉള്ളുപിടയുന്ന അമ്മമാരുടെ ശാപമേറ്റുവാങ്ങാൻ ഇനിയും ആയുസ് ബാക്കിയുണ്ടല്ലോ, അത് മറക്കണ്ട. പീഡനത്തിന് ഇരയാകേണ്ടി വന്ന യുവാവിൻ്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന അത്യന്തം മനുഷ്യത്വരഹിതമായ ആ വീഡിയോ എത്രയും വേഗം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കുക. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ വിപണികളായി കേരളം മാറുന്നതും വിതരണക്കാരായി കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നതും സുബോധമില്ലാത്ത തലമുറ ബീച്ചുകളിലും പാർക്കുകളിലും സ്വതന്ത്രമായി വിഹരിക്കുന്നതും നിത്യസംഭവമായി മാറുന്നുണ്ട് കേരളത്തിൽ. മെഡിക്കൽ ക്യാമ്പസുകളും മെഡിക്കൽ സ്റ്റുഡൻസും ഈ കൂട്ടത്തിൽ പെട്ടുപോകുന്നു എന്നത് നമ്മെ ഭയപ്പെടുത്തുന്നു. സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സദാചാര ബോധം മറന്ന് ലക്കില്ലാതെ പെരുമാറുന്നത് വലിയ അപകടമാണ്. നാടിൻ്റെ സാംസ്കാരിക ബോധത്തെ തന്നെ ഇരുട്ടിലാഴ്ത്തുന്ന ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിന് നിയമപാലകർക്ക് മാത്രമല്ല, മാതാപിതാക്കൾക്കും വലിയ പങ്കുണ്ട് എന്നത് മറന്നുപോകരുത്. നിയമ സംവിധാനം വഹിക്കുന്നവർക്ക് തങ്ങളുടെ ഉത്തരവാദിത്വം സത്യസന്ധമായി നിറവേറ്റാനുള്ള സ്വാതന്ത്ര്യം ഭരണവർഗം അനുവദിക്കണം. കുറ്റകൃത്യം ചെയ്ത് ക്രിമിനലുകളായി സമൂഹത്തിൽ വിലസുന്നവർ അധികാരികളുടെ സ്വാധീനം കൊണ്ട് വീണ്ടും നേതാക്കളായി വരുന്നതിന് എന്നേക്കുമായി തടയിടുക. ഈ സമൂഹത്തിൽ ക്രമസമാധാനവും നീതിയും നിലനിർത്താൻ ചുമതലയുള്ളവർ നിശബ്ദരായാൽ നാളെ ഈ നാടിൻ്റെ അവസ്ഥ എന്താകും? ഞങ്ങളുടെ കൂടെ വോട്ട് നേടി അധികാര കസേരയിൽ ഇരിക്കുന്നവരെ ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല.